ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ആഫ്രിക്കൻ മുത്തശ്ശി കഥ. ആഫ്രിക്കൻ വനങ്ങൾ കാട്ടുമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലം. ആനകൾ കൂട്ടമായി നടന്നിരുന്നത് മറ്റു മൃഗങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു. പ്രത്യേകിച്ച് മറ്റു മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. അറിയാതെ എങ്ങാനും അവ ആനകളുടെ വഴിമധ്യേ ചെന്ന് പെട്ടാൽ അവ ചവിട്ടി അരച്ച് കൊല്ലുമായിരുന്നു. ഒരിക്കലൊരു പുലി ദമ്പതികൾക്ക് ഓമനത്വമുള്ള ഒരു പുലിക്കുട്ടി പിറന്നു. അവർ അതിനെ വളരെ ശ്രദ്ധയോടെ വളർത്തി. ആനകളുടെ ശല്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ആ മാതാപിതാക്കൾ പുലിക്കുട്ടിയോട് പറഞ്ഞു, ആനകൾ വരുന്ന വഴിയിൽ നീ പോകരുത്. അവിടെ നീ പോയാൽ അവ നിന്നെ ചവിട്ടി അരച്ചു കൊല്ലും. പക്ഷെ പുലിക്കുട്ടി ആ ഉപദേശം അത്ര ശ്രദ്ധിച്ചില്ല. അവൻ തുള്ളിച്ചാടി വനത്തിലുടനീളം നടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വഴിയിൽ ഒരു ആനക്കൂട്ട ഇരച്ചു വന്നു. അവയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ അവന് സാധിച്ചില്ല. അവൻ ആനകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞ് ചത്തു. ആനകളാണ് തൻ്റെ കുട്ടിയെ കൊന്നതെന്ന് കേട്ടപ്പോൾ പുലിത്തലവൻ്റെ അന്തരംഗം ഞെട്ടി. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ പുലിത്തലവൻ പറഞ്ഞു, ആനകളല്ല എൻ്റെ കുട്ടിയെ കൊന്നത്, കോലാടുകളുടെ കൂട്ടമാണ് എൻ്റെ കുട്ടിയെ കൊന്നത്. അവയെ നീ വകവരുത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ആ മൃഗം അടുത്ത് കണ്ട കോലാടുകൾക്ക് നേരെ തിരിഞ്ഞു. തൻ്റെ ദേഷ്യം തീരുന്നതുവരെ അവൻ കോലാടുകളെ കൊന്നൊടുക്കി. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന ആടുകൾക്ക് നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, സൂക്ഷിച്ചു നടന്നോ. ഇനി എങ്ങാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കാനിടയായാൽ ഞാൻ നിന്നെയൊക്കെ തകർത്ത് കളയും. ഈ കഥ കേൾക്കുമ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആങ്കർ എന്ന ചൊല്ല് എല്ലാവരും ഓർമ്മിക്കും. ഈ മുത്തശ്ശി കഥ നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. ആനക്കൂട്ടമാണ് തൻ്റെ കുട്ടിയെ കൊന്നതെന്ന് പുലിത്തലവൻ അറിയാമായിരുന്നു. പക്ഷെ അതിഭീമന്മാരായ ആനകൾക്ക് നേരെ തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന ബോധ്യം അവനുണ്ടായിരുന്നു. തന്മൂലമാണ് ആനകൾക്ക് നേരെ തിരിയുന്നതിന് പകരം അശുക്കളായ ആടുകൾക്ക് നേരെ അവൻ തിരിഞ്ഞത്. ഈ മുത്തശ്ശി കഥയിലെ കഥാപാത്രങ്ങൾ കാട്ടുമൃഗങ്ങളാണ്. എന്നാൽ അവ പ്രതിനിധീകരിക്കുന്നത് മൃഗങ്ങളെയല്ല, മനുഷ്യരെയാണ്. തന്നേക്കാൾ ബലമുള്ളവനെതിരെ കോപം തോന്നിയാൽ ആ കോപം തന്നേക്കാൾ ബലം കുറഞ്ഞവനെതിരെ തിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. സമൂഹത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലുമൊക്കെ ഈ പ്രവണത കാണാറുണ്ട്. മനുഷ്യബന്ധങ്ങളിൽ പൊട്ടലും ചീറ്റലും മൽപ്പിടുത്തവും ഏറ്റുമുട്ടലുമൊക്കെ ഉണ്ടാവാം. അവ സ്വാഭാവികമാണ്. എന്നാൽ അവ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്ക് നിരപരാധികളെയും വലിച്ച് ഇഴക്കേണ്ടതില്ല. നമ്മേക്കാൾ ശക്തരായവരോട് കോപവും ദേഷ്യവും തോന്നിയാൽ അത് തീർക്കുന്നതിനുള്ള വഴി നമ്മേക്കാൾ ശക്തി കുറഞ്ഞവരുടെ നേരെ തിരിയുകയല്ല, പ്രത്യുത നമ്മുടെ കോപത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും മൂലകാരണങ്ങൾ കണ്ടെത്തി അവയ്ക്ക് സാധിക്കുന്ന രീതിയിൽ ക്രിയാത്മകമായ പ്രതിവിധി കണ്ടെത്തുകയാണ് വേണ്ടത്.